ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. നിവിൻ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പുറത്തു പോയിരിക്കുന്നു. വലിയ സംഘർഷം രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നടക്കുന്നത് കിച്ചണിലായിരുന്നു. കിച്ചണിൽ ജിസയിലും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നം. ജിസയിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം അനുമോൾ നടത്തുകയും ഒടുവിൽ അത് തെളിയിക്കുവാനെന്ന വണ്ണം താൻ ടിഷ്യൂ പേപ്പർ എടുത്ത് ജിസയിലിന്റെ ചുണ്ടിൽ ഉരയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയത്ത് ജിസയിൽ വളരെ ശക്തിയോടുകൂടി അനുമോളെ പിടിച്ചു തള്ളുന്നു. പ്രശ്നങ്ങൾ രാവിലെ മുതൽ നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി ഫിസിക്കൽ അസോൾട്ട് നടപടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചർച്ചകൾ പോവുകയാണ്. അവസാനം ബിഗ് ബോസ് അനുമോളെയും ജിസയിലിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നുണ്ട്. ഇരുവരും അവിടെ ഇരുന്നു കൊണ്ടും വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നു. ഒടുവിൽ ബിഗ് ബോസ് പറഞ്ഞു വിടുകയാണ്, ഈ വിഷയത്തിന്റെ മേൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ വെച്ച് ഈ വിഷയത്തിൽ കൃത്യമായി ഒരു തീരുമാനമുണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്താം. ഇത് പറഞ്ഞു രണ്ടുപേരും അവിടുന്ന് ഇറങ്ങി പോരുകയാണ്. തുടർന്ന് കാണുന്ന കാഴ്ച ലിവിംഗ് ഏരിയയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സമയത്ത് ബിഗ് ബോസ് നെവിനോട് സംസാരിക്കുകയാണ്. നെവിൻ പല ആവർത്തി പല ക്യാമറകളുടെയും മുൻപിൽ പോയിട്ട് പറയുന്നുണ്ട്, അനുമോളെ ഇവിടുന്ന് പുറത്ത് കളയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്തു പോകും. ഒട്ടനവധി ആരോപണങ്ങൾ അനുമോൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ പുറത്ത് കളയുന്നില്ല എങ്കിൽ ഈ ഷോ ക്വിറ്റ് ചെയ്ത് ഞാൻ പോകുമെന്നുള്ളത്. ബിഗ് ബോസ് അതിൽ കയറി പിടിമുറുക്കുന്നു. നെവിൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതേ ബിഗ് ബോസ് ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നു. ഉടൻ തന്നെ ബിഗ് ബോസ് പ്രതികരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയാണ്, പുറത്തേക്ക് പോകാം എന്നുള്ളത്. വീട്ടിൽ ഭയങ്കര ബഹളമാവുകയാണ്. ആദിലയും നൂറയും കൂടിയാണ് ഇവിടെ ശക്തമായൊരു നിലപാടെടുക്കുന്നത്. അനുമോൾ ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദിലയും നൂറയും കൂടി പറയുകയാണ്, നിനക്ക് ഗട്സ് ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. പിന്നെ കമ്മ്യൂണിറ്റിയുടെ വിഷയമൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റി ഒന്നുമല്ല വിഷയം. ഈ വീട്ടിലുള്ള ഓരോ ക്യാമറയുടെയും മുൻപിൽ പോയിട്ട് നിരന്തരമായിട്ട് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അവന് ഷോ ക്വിറ്റ് ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ അനുമോളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയോട് ഇപ്പോൾ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻ പോയേ അടങ്ങൂ. ഇത് പറഞ്ഞുകൊണ്ട് ആദിലയും നൂറയും കൂടി ശക്തമായ നിലപാടെടുത്ത് നെവിന്റെ പിന്നാലെ നടക്കുന്നു. നെവിൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, പോകാൻ റെഡിയാണ്. പക്ഷേ വീട്ടുകാർ വലിയൊരു കൂട്ടം ആൾക്കാർ നെവിനെ തടഞ്ഞു നിർത്തുകയാണ്. നീ പൊട്ടനാണ്, നീ മണ്ടത്തരമാണ് കാണിക്കുന്നത്, നീ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം അയാളെ തടയുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ മുഴുവൻ ആൾക്കാരെയും വെട്ടിച്ചുകൊണ്ട് നെവിൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആ സമയത്ത് വാതിൽ തുറന്നു കിടക്കുന്നു. നെവിൻ അതിനകത്തുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നു, വാതിലടയുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും ഒരാൾ ക്വിറ്റ് ചെയ്ത് പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിൽ സംഘർഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ജിസയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അടുത്തൊരംഗത്തിനുള്ള സാധ്യത മുഴുവനും ബിഗ് ബോസ് വീട്ടിൽ വെളിപ്പെടുകയാണ്. ആദിലയും നൂറയും അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. നെവിൻ പുറത്തു പോയതിൽ ഒരു ഞെട്ടലും ഒരു പരിഭവവും അവർക്കില്ല. അവൻ പോകണം എന്ന് തന്നെയുള്ള നിലപാടിലാണ് ഇരുവരും നിൽക്കുന്നത്. എന്നാൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഒരു ഭാഗത്തു മാറി മൗനമായി അനുമോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇനി മുമ്പോട്ടുള്ള നീക്കം അത്ര സുഖകരമായിരിക്കില്ല. ഇത്രയും നാളത്തെ എല്ലാവരുടെയും കംപ്ലൈന്റുകൾക്ക് മറുപടിയുമായി ആദിലയും നൂറയും അവരുടെ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അത്ഭുതകരമായി തോന്നുന്ന ഒരു സംഭവം. അതുകൂടാതെ അനുമോൾക്കെതിരെ അടുത്ത പടയൊരുക്കം നടക്കാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം.